മക്കളെ ഇന്ന് നമ്മൾ ഒരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. കവിതയുടെ പേരാണ് ധൂപ് കി സന്തൂക്ക്. ധൂപ് എന്ന് പറഞ്ഞാൽ വെയില്, ധൂപ് കി സന്തൂക്ക്, സന്തൂക്ക് എന്ന് പറഞ്ഞാൽ പെട്ടി. അപ്പോൾ ധൂപ് കി സന്തൂക്ക് എന്ന് പറഞ്ഞാൽ വെയിലിന്റെ പെട്ടി. വെയിലിന്റെ പെട്ടി എന്നൊരു കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. बनवा सब मिलकर बड़ी सी एक संदूक സബി മിൽക്കർ ഏക്ക് ബഡി സന്തൂക്ക് ബൻവാലേം. അതായത് എല്ലാവരും ചേർന്ന് ഒരു വലിയ പെട്ടി നിർമ്മിച്ചോളൂ. എല്ലാവരും ചേർന്നിട്ട് ഒരു വലിയ പെട്ടി തന്നെ നിർമ്മിക്കൂ എന്ന് പറയാണ്. ബൻവാലേം പറഞ്ഞ നിർമ്മിക്കുക, ഉണ്ടാക്കുക, നിർമ്മിക്കൂ, ഉണ്ടാക്കൂ. സബ് മിൽക്കർ എല്ലാവരും ചേർന്ന്, ബഡീസി ഏക്ക് സന്തൂക്ക് വലിയ ഒരു പെട്ടി. ബർദേം സാരി ഉസ്മേ ബൈസാഖ് കി കസൈലി ധൂപ്. ബർദേം പറഞ്ഞ നിറയ്ക്കുക, സാരി മുഴുവൻ, നിറയെ എന്നുള്ള അർത്ഥം. ബർദേം സാരി ഉസ്മേ ബൈസാഖ് കി വൈശാഖ മാസത്തിലെ കസൈലി ധൂപ്. കസൈലി പറഞ്ഞാൽ ചവർപ്പുള്ള. അത് ചവർപ്പുള്ള ഉദ്ദേശിക്കുന്നത് ശക്തമായ വെയിൽ എന്നാണ്. ബൈസാഖ് കി കസൈലി ധൂപ് വൈശാഖ മാസത്തിലെ ശക്തമായ വെയിൽ. ബർദേം സാരി ഉസ്മേ ബൈസാഖ് കി കസൈലി ധൂപ്. എന്നിട്ട് വലിയ പെട്ടി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? അതിൽ നിറയെ വൈശാഖ മാസത്തിലെ വെയിലിനെ നിറച്ച് വെക്കുക. ആനെ വാലെ ദിനോമേ ദേഖ്ന ബഡി കാം ആയേഗി യഹ് സോച്ച്. ആനെ വാലെ ദിനോമേ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ, വരും കാലങ്ങളിൽ നിങ്ങൾക്ക്, ആനെ വാലെ ദിനോമേ ദേഖ്ന ബഡി കാം ആയേഗി, ഇത് നിങ്ങൾക്ക് എന്താണ്? വളരെ ഉപകാരമാകും. ബഡി കാം ആയേഗി പറഞ്ഞാൽ വളരെ ഉപകാരപ്രദമാകും. എന്ത്? യഹ് സൂഞ്ച്, ഈ ഉപായം. നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ ഒരു ഉപായം തോന്നിയില്ല, ഒരു ഐഡിയ തോന്നിയല്ലോ. ഈ ഐഡിയ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വളരെ അധികം ഉപകാരമാകും. അത് ദേഖ്ന കണ്ടോളൂ, നിങ്ങൾക്ക് തന്നെ കാണാം. അങ്ങനെ ചെയ്തു വെച്ചാൽ അത് നിങ്ങൾക്ക് വരും കാലങ്ങളിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്നാണ് കവി പറയുന്നത്. അതായത് സൂര്യനില്ലാത്ത സമയത്ത്, സൂര്യൻ ഉണ്ടാകുമ്പോൾ വെയിലുണ്ടാവും, നമുക്ക് അതില്ലാത്തൊരു കാലം വരികയാണെങ്കിൽ എന്താണ്? നമുക്കത് ഉപകാരമാകും എന്നാണ് പറഞ്ഞത്. झमझमाझम बरसेगा जब पानी सूरज होगा मेघों में गुम. झमझमाझम बरसेगा जब पानी, തിമിർത്ത് പെയ്യുക. ജംജമാജം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന ശബ്ദമാണ്. മഴ പെയ്യുമ്പോൾ, മഴ നന്നായിട്ട് തിമിർത്ത് പെയ്യുന്ന മഴയിൽ, ജബ് പാനി സൂരജ് ഹോഗ മേഘോമേഘും, നല്ല മഴ പെയ്യുന്ന സമയത്ത്, മേഘോമേ ഗും ഹോഗ സൂരജ്, സൂരജ് എവിടെയാണ് പോകുന്നത്? സൂര്യൻ മേഘങ്ങളിൽ ഒളിക്കും. ഗും ഹോന പറഞ്ഞാല് അപ്രത്യക്ഷമാവുക, മറഞ്ഞിരിക്കുക. സൂര്യൻ മേഘങ്ങൾക്കുള്ളിൽ മറയും, അപ്പൊ നമുക്ക് വെയിലുണ്ടാവില്ല. സൂര്യൻ മേഘങ്ങൾക്കുള്ളിൽ മറയുന്ന സമയത്ത്, സുഖാദേഗി സാരാ കാ സാരാ കീച്ചഡ് സന്തൂക്ക് കി യഹ് ധൂപ്. സന്തൂക്ക് കി യഹ് ധൂപ് സേ സാരാ കീച്ചഡ് സുഖാദേഗി. അല്ലേ? അപ്പൊ ഈ സന്തൂക്ക് പെട്ടിയിലുള്ള വെയിൽ കൊണ്ട് നിങ്ങൾക്ക് അവിടെയുള്ള എല്ലാ ചളിയും, സാരാ കീച്ചട്, കീച്ചട് പറഞ്ഞാൽ ചളി, കീച്ചട് എന്താണ്? ചളി. സാര നേരത്തെ പറഞ്ഞതാണ് മുഴുവൻ ചളി എന്ത് ചെയ്യാൻ? സൂക്കാതെ, സൂക്കനാണ് ഉണക്കുക. മുഴുവൻ ചളി നിങ്ങൾക്ക് ഉണക്കാം. जाड़ों में लिए आड़ कोहरे की सूरज जब भागेगा धरती से दूर आंगन में टिटुरती दादी पर उछालेंगे बर बर मुट्ठी संदूक की यह धूप. जाड़ों में लिए आड़ कोहरे की, ജാഡ പറഞ്ഞ തണുപ്പ്, തണുപ്പ് കാലത്ത്, തണുപ്പിൽ, വളരെയധികം നല്ല തണുപ്പില്, ആട് കോഹര, ആട് പറഞ്ഞാല് കവചം, ആട് കവചം, കോഹര മഞ്ഞ്, മഞ്ഞിന്റെ കവചം, മഞ്ഞിന്റെ ഒരു പാളി, അതായത് മഞ്ഞിന്റെ ഒരു എന്താ പറയാ, കവചം എന്ന് പറഞ്ഞാൽ മഞ്ഞിന്റെ ഒരു കവചമായിട്ട് ഇങ്ങനെ മൂടി നിൽക്കുക, മഞ്ഞ് മൂടിയിട്ട്. സൂരജ് ജബ് ഭാഗേഗ ധർത്തി സെ ദൂർ, ജബ് സൂരജ് ധർത്തി സെ ദൂർ ഭാഗേഗ, എപ്പോഴാണോ സൂര്യൻ ഭൂമിയിൽ നിന്നും ഓടിപ്പോകുന്നത്. നല്ല തണുപ്പാണ്, സൂര്യൻ മറഞ്ഞിരിക്കുകയാണ്, നല്ല തണുത്തിട്ട് മഞ്ഞ് മൂടി, മഞ്ഞിന്റെ പാളികളൊക്കെ പൊതിഞ്ഞ് നിൽക്കുകയാണ്, നല്ല തണുപ്പ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പാണെന്ന് വിചാരിക്കുക. ആങ്കന്മേ ടിട്ടുർത്തി ദാദി പറ, അപ്പോൾ മുറ്റത്ത്, ടിട്ടുർത്തി ദാദി, ടിട്ടുർത്തി ദാദി തണുത്ത് വിറയ്ക്കുന്ന, മുറ്റത്ത് തണുത്ത് വിറയ്ക്കുന്ന
വിറയ്ക്കുന്ന ദാദി മുത്തശ്ശി തണുപ്പ് സഹിക്കാൻ വയ്യാതെ തണുത്ത് വിറയ്ക്കുകയാണ് മുറ്റത്ത്. അപ്പൊ ആ മുത്തശ്ശിക്ക് ഉച്ചാലെങ്കെ ബർ ബർ മുട്ടി സന്തൂക്ക് കിയഹ് ദോബ്. ഈ വെയിലിന്റെ പെട്ടിയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് നൽകാൻ? ഒയ്ക്ക് മുട്ടി ബർ ഒരു മുഷ്ടി നിറയെ, ഒരു പിടുത്തം, കൈപ്പിടി നിറയെ നിങ്ങൾക്ക് വെയില് നൽകാം. മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ആ തണുപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് വെയിൽ നിങ്ങൾക്ക് നൽകാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അതായത് വളരെ മനോഹരമായൊരു ചെറിയ കവിതയാണത്. എന്താണ്? ദോബ് കി സന്തൂക്ക്, വെയിലിന്റെ പെട്ടി എന്നാണ് ഈ കവിതയുടെ പേര്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു.